അല്പസമയം. ഈശ്വമിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് വലിയ ആഴ്ചയുടെ മുന്നിലുള്ള ശനിയാഴ്ചയാണ്. ഇന്നലെ നമ്മൾ 40-ാം വെള്ളി ആചരിച്ചു. 40-ാം വെള്ളിയിലെ സുവിശേഷ വായനയുടെ തുടർച്ചയാണിപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ലാസറിനെ കർത്താവ് പുനരുജ്ജീവിപ്പിച്ച ശേഷം ലാസറിൻ്റെ ഭവനത്തിൽ പിറ്റേന്നാൾ കർത്താവ് ചെല്ലുകയാണ്. അവിടെ കർത്താവിനോടൊപ്പം അവിടുന്ന് പുനരുജ്ജീവിപ്പിച്ച ലാസറും വിരുന്നിനിരിക്കുന്നുണ്ട്. ഇത് യഹൂദ പ്രമാണികളെ ചൊടിപ്പിച്ച ഒരു സംഭവമാണ്. കാരണം കർത്താവ് ലാസറിനെ പുനരുജ്ജീവിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അനേകം യഹൂദർ ഈശോയിൽ വിശ്വസിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളും വചനങ്ങളുടെ ശക്തിയും ജനങ്ങളെ സ്വാധീനിച്ച് കൂടുതൽ പേർ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഹൂദ പ്രമാണികൾ കർത്താവിനെതിരായിട്ട് തിരിയുകയാണ്. അവർ തന്നെ പറഞ്ഞു, ഇവനെ ഇങ്ങനെ വിട്ടാൽ ജനം മുഴുവൻ അവൻ്റെ കൂടെ പോകും. അപ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു യഹൂദ മതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈശോയ്ക്കെതിരെയുള്ള അവരുടെ ശത്രുതയുടെ പ്രധാന കാരണം. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം വാസ്തവത്തിൽ നമ്മൾ ഇന്നലെ 40-ാം വെള്ളി അല്ലെങ്കിൽ ലാസറിൻ്റെ വെള്ളി എന്ന് വിളിച്ചിരിക്കുന്ന ആ വെള്ളിയുടെ അർത്ഥം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ സമയത്താണ് മറിയം കർത്താവിൻ്റെ പാദങ്ങളിൽ തൈലം പൂശി തലമുടി കൊണ്ട് തുടയ്ക്കുന്നതും. അതും വളരെ അർത്ഥവത്തായ ഒന്നാണ്. ഈശോ അത് പറയുകയും ചെയ്തു, എൻ്റെ മൃതദേഹ സംസ്കാരത്തിനായിട്ട് അവളിത് ചെയ്തു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം അർത്ഥവത്തായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരുകയാണ്. ഈ ശനിയാഴ്ച നമ്മൾ കോഴിക്കോട്ടെ ശനിയാഴ്ച എന്ന് പറയാറുണ്ടല്ലോ. ആ പാരമ്പര്യവും വരുന്നത് ഈ മറിയത്തിൻ്റെ തൈലം പൂശലിൽ നിന്നാണ്. തൈലം പൂശി കർത്താവിനോടുള്ള സ്നേഹം കാണിക്കുന്ന മറിയം അതെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ കോഴിക്കൊണ്ട ഉണ്ടാക്കുമ്പോൾ അതിനിൽ ചക്കരയും തേങ്ങായും ഏലക്കായും അത് പരിമള സസ്യമാണല്ലോ ഏലക്ക, ഇതൊക്കെ ചേർത്ത് നമ്മൾ കോഴിക്കോട്ട ശനിയാഴ്ച ആചരിക്കുന്നത്. വീടുകളിലെ ഒരാഘോഷമാണത്. ആ ആഘോഷത്തിന് ഈ അർത്ഥവുമുണ്ട്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരുക്ക ശനിയായി നാം മനസ്സിലാക്കുക. നാളെ അവസാന ഞായറാഴ്ചയാണല്ലോ. ആ അവസാന ഞായറാഴ്ചയിൽ നമ്മൾ കർത്താവിൻ്റെ രാജത്വം അനുസ്മരിച്ച് ആഘോഷിക്കും. നാമെല്ലാവരും മാമോദീസായിലൂടെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരാണ് കർത്താവിനോടൊപ്പം. ആ കർത്താവിൻ്റെ പെസഹ വ്യാഴം, പീഡാനുഭവ വെള്ളി, ഇതെല്ലാം നമ്മൾ ആചരിക്കുകയാണ്. അതുപോലെ തന്നെ ഉത്ഥാന ഞായർ. ഈ പെസഹ വ്യാഴത്തിലും പീഡാനുഭവ വെള്ളിയിലുമായിട്ട് കർത്താവിൻ്റെ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ അനുസ്മരണവും ആഘോഷവുമുണ്ട്. കർത്താവ് പൗരോഹിത്യം അത് സഭയിൽ സ്ഥാപിക്കുന്നു. ആ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത അവിടുന്ന് തന്നെ കുരിശിൽ നിറവേറ്റുന്നു. കുരിശ് നമ്മുടെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പ്രതീകമായി കർത്താവ് തന്നിരിക്കുകയാണ്. അവിടുത്തെ സഹനവും മരണവും ആ കുരിശിലേറിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളുമെല്ലാം കുരിശിലേറി വിജയത്തിലെത്തുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിലെ പ്രഥമ മേജർ എപ്പിസ്കോപ്പൽ ദൈവാലയമായ ഈ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടക ദേവാലയത്തിൽ വന്ന് നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മേനാജ് ചെല്ലച്ചൻ പുതിയ വികാരിയാണ്. അദ്ദേഹം വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് നമ്മുടെ ഈ വലിയ ഇടവകയുടെ മഹാ ഇടവകയാണെന്ന് വേണമെങ്കിൽ പറയാം, മഹാ ഇടവകയുടെ ആർച്ച് പ്രീസ്റ്റ് എന്നുള്ളതിലുള്ള ശുശ്രൂഷ വിജയകരമായി മുന്നേറുന്നതിന് വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളും അദ്ദേഹത്തോട് ചേർന്ന്
ഇടവക കൂട്ടായ്മയിൽ, സഭയുടെ കൂട്ടായ്മയിൽ മുന്നേറുവാനിടയാകട്ടെ. രണ്ടാമത്തെ വായനയിൽ ജോഷുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൽ 2 ഗോത്രങ്ങളും അരഗോത്രവും ചേർന്ന് ഒരു ബലിപീഠം പണിത് ഇസ്രായേൽ ജനത്തിൽ നിന്നിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുമാറി ദൈവത്തെ ആരാധിക്കുന്ന ആ ബലിപീഠം തീർച്ചയായിട്ടും യഥാർത്ഥ ദൈവത്തിൻ്റെ ബലിപീഠമല്ല. അപ്പോൾ അതിൽ ജോഷുവ ഇടപെടുന്നതും മറ്റു ഗോത്രങ്ങളിൽ നിന്ന് ആളുകൾ ചെന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ സഭയിൽ ഐക്യവും സമാധാനവും നിലനിൽക്കത്തക്ക രീതിയിൽ ആരും ഭിന്നിച്ചു മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ പീഡാനുഭവ ആഴ്ചയിൽ കർത്താവിനോടൊപ്പം സഹനങ്ങൾ ഏറ്റെടുക്കാനും അവിടുത്തെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് ഉയരാനും നമുക്ക് സാധിക്കണം. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ സിറിൽ പറയുന്നുണ്ട്, കുരിശിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഉത്ഥാനത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നവരാണ് ക്രൈസ്തവരെന്ന്. അവരാണ് നമ്മൾ. അങ്ങനെ കുരിശിൽ നമ്മൾ നിലയുറപ്പിക്കണം. അതുപോലെ തന്നെ ഉത്ഥാനത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്യണം. നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലും അതുതന്നെയാണ്. നാം കുരിശിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഉത്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മദ്ബഹായിൽ വിശുദ്ധ കുർബാന കർത്താവിനോടൊപ്പം അർപ്പിക്കുന്നു. ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവിടുന്ന് നമ്മളെ പവിത്രീകരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വലിയ അനുഭവം തരുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ എന്ന് ഓർത്ത് നമുക്കെന്നും കർത്താവിന് നന്ദി പറയാം. നമ്മുടെ വിശ്വാസം അവർണ്ണനീയമായ ഒരു ദാനമാണ്. ആ ദാനത്തിൻ്റെ അനുഭവമാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ബലിയർപ്പണം തുടരാം. ദൈവത്തിന് സ്തുതി.